Hi all, welcome to Masters Academy. Today we are going to start our new topic, chemistry. So the first chapter of this subject is structure of atom. നമുക്ക് ഇന്ന് 9ാം ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ മുതൽ തുടങ്ങാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ്. അതായത് ആറ്റത്തിൽ നിന്നാണ് ബാക്കിയുള്ള വസ്തുക്കളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആറ്റം എന്താണെന്നും ആറ്റത്തിലെ ഓരോ പാർട്ടിക്കിൾസിനും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ അവയുടെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. അതായത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അതായത് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക വിവരിക്കുക. ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ. ആൻ ആറ്റം ഹാസ് എ സെൻറ്റർ കോൾ ന്യൂക്ലിയസ്. അതായത് ഒരു ആറ്റത്തിന് എന്തുണ്ട്? സെൻറ്റർ പോർഷൻ ഉണ്ട്. ആ സെൻറ്റർ പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഇതാണ് ആറ്റത്തിൻ്റെ സെൻറ്റർ പോർഷൻ. ഇതിന് പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. ദെൻ all positively charged particles and most of the mass are concentrated in the nucleus. ഇനി ഈ ന്യൂക്ലിയസിനകത്താണ് ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും വെച്ചിരിക്കുന്നത്. അതുപോലെ ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ എവിടെയാണെന്ന് പറയാം? ഈ സെൻറ്റർ പോർഷനായ ന്യൂക്ലിയസിലാണെന്ന് പറയാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽ. നോക്കിക്കേ, ന്യൂക്ലിയസിന് ചുറ്റും ഈ സർക്കുലർ പാത്ത് കാണുന്നില്ലേ? ഈ സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണ് ഷെല്ല്. ഈ സർക്കുലർ പാത്തിലാണ് ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദിസ് മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ദാറ്റ് പാർട്സ് ഓഫ് ആൻ ആറ്റം ആർ അറേഞ്ച്ഡ് ആസ് ഇൻ സോളാർ സിസ്റ്റം. ഈ മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന അതേ രീതിയിലാണ് എന്ത് ഈ മോഡലും പറയുന്നത്. സോ ദിസ് മോഡൽ ഈസ് ഓൾസോ കോൾഡ് ആസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ദെൻ വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? An atom has a center portion called nucleus. Then mass of the atom is concentrated inside the nucleus and electrons revolve around the nucleus in shells. Then next question is, explain the limitation of Rutherford atom model. അതായത് റൂദർഫോർഡ് ആറ്റം മാതൃകയുടെ പരിമിതി വിവരിക്കുക. The atomic model proposed by Rutherford was generally acceptable. But according to this model, electrons should eventually collapse into the nucleus as they lose their energy while revolving within the field of attraction of the nucleus. അതായത് എന്താണ്? ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക പൊതുവെ സ്വീകാര്യമായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഷെല്ലിൽ എന്ത് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ക്ഷീണിക്കില്ലേ? അതായത് അതുപോലെ തന്നെ എന്താണ്, ഈ ഇലക്ട്രോൺസും ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അവയുടെ എനർജി നഷ്ടപ്പെട്ട് അവ എവിടെ വന്ന് പതിക്കേണ്ടതുണ്ട്? ഈ ന്യൂക്ലിയസ് വന്ന് പതിക്കേണ്ടതുണ്ട്. അപ്പം സയൻറ്റിസ്റ്റിൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്ക് നൽകാൻ കഴിഞ്ഞില്ല? റൂദർഫോർഡിന് നൽകാൻ കഴിഞ്ഞില്ല. ശരിക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല? ഈ ന്യൂക്ലിയസിൽ വന്ന് പതിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം റൂദർഫോർഡിന് നൽകാൻ കഴിഞ്ഞില്ല. അതായിരുന്നു റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? Then next question is, explains Bohr's model of atom. ബോർ ആറ്റം മാതൃക വിവരിക്കുക. നോക്കിക്കുക എന്തൊക്കെയാ പോസ്റ്റുലേറ്റ്സ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് പാത്ത് കോൾ ഓർബിറ്റ്സ് ഓർ ഷെൽസ്. നമ്മൾ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക പറഞ്ഞില്ലേ? അതിലെന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോൺസ് എവിടെയാണ് കറങ്ങുന്നത്? ഷെല്ലിലാണ് കറങ്ങുന്നതെന്ന്. ഇവിടെ ബോർ എന്ത് പറഞ്ഞു? ഈ ഷെല്ലിന് വേറൊരു പേരും കൂടി പറഞ്ഞു, ഓർബിറ്റ്സ് എന്നും പറഞ്ഞു. അതായത്
ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലർ പാത്തിനെ നമുക്ക് എന്ത് പറയാം, ഒന്നുകിൽ ഓർബിറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഷെല്ലെന്ന് വിളിക്കാം. ആ പാത്തിലാണ് ആര് കറങ്ങുന്നത്, ഇലക്ട്രോൺസ് കറങ്ങുന്നത്. ദെൻ electrons in each shell have a definite energy. Hence shells are also called as energy levels. അതായത് എന്താണ്, ഈ ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും. ആദ്യം കാണുന്ന ഷെല്ലിന് ഒരു എമൗണ്ട് ഓഫ് എനർജി, രണ്ടാമത് കാണുന്നതിന് എന്താ, വേറൊരു എമൗണ്ട് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ ഓരോ ഷെല്ലിനെ നമുക്ക് എന്തു പറയാം, എനർജി ലെവൽസ് എന്നും പറയാം. As long as an electron revolves in a particular orbit, its energy remains constant. നമ്മൾ എന്താ പറഞ്ഞത്, as long as an electron revolves in a particular orbit, its energy remains constant. അതായത് ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. The energy of the shells increases as the distance from the nucleus increases. അതായത് ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലിലേക്കുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് എന്താണ്, ഇലക്ട്രോൺസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെല്ലിൻ്റെ എനർജി എന്താവും, ഇൻക്രീസ് ചെയ്യും. The shells around the nucleus can be numbered from near the nucleus as 1, 2, 3, 4, 5 or represented by the letters K, L, M, N, O, etc. അതായത് എന്താണ്, ന്യൂക്ലിയസിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഷെല്ലിനെ ഒന്നെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് KLM എന്ന ആൽഫബറ്റിക് ഓർഡറിലും നമ്പർ ചെയ്യാം. ഇപ്പോൾ ബോഴ്സിൻ്റെ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓർബിറ്റ് അഥവാ ഷെല്ലിലാണ്. പിന്നെ എന്താ, ഓരോ ഷെല്ലിലും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. അതുകൊണ്ട് ഷെല്ലിന് എനർജി ലെവൽസ് എന്ന് പറയും. ഈ ഷെല്ലിലായിരിക്കുന്നിടത്തോളം കാലം ആ എനർജി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ എന്താണ്, ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യും. ഷെൽ ക്യാൻ ബി നമ്പർഡ് ആസ് 1, 2, 3, 4 or KLM, NO, etc. Then which are the different kinds of particles present in an atom? The different kinds of particles present in an atom are proton, electrons and neutron. നമ്മൾ ഈ ചാർട്ടിൽ പറയുന്നത് എന്താണ്, അവയുടെ പൊസിഷൻ, ന്യൂക്ലിയസിലുള്ള പൊസിഷൻ ഇൻ ദ ആറ്റം, അതുപോലെ പ്രാക്ടിക്കൽ പേർപ്പസിന് യൂസ് ചെയ്യുന്ന മാസുമാണ്. നോക്കിക്കേ, ഫസ്റ്റ് പാർട്ടിക്കിൾ ഈസ് പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ പൊസിഷൻ ഇൻ ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ്, മാസ് 1 യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ നമ്മൾ കണ്ടു ഷെല്ലിലാണ് ഉള്ളത്. ആ ഷെല്ല് എവിടെയാണുള്ളത്, ന്യൂക്ലിയസിന് പുറത്തല്ലേ. സോ ദ പൊസിഷൻ ഇൻ ആറ്റം ഈസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ദെൻ മാസ് 0 ആണ്. ന്യൂട്രോൺ ആണെങ്കിലോ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്, മാസ് ഈസ് 1 യൂണിറ്റ്. സോ ദ പൊസിഷൻ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ വിച്ച് ഈസ് ഇൻസൈഡ് ദ ആറ്റം and position of electron is outside the nucleus. Which are the fundamental particles whose masses are mainly responsible for the mass of an atom? Give reasons. ഏതൊക്കെയാണ്, ഏത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് ആറ്റത്തിന് മാസിന് കാരണമാകുന്നത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ ദ മാസ് ഓഫ് ആറ്റം is due to the mass of protons and neutrons. Is there any relation between the total number of protons and neutrons in an atom and its mass? Both are equal. അതായത് total number of protons and neutrons in an atom is equal to the mass of the atom. Then our next topic is define mass number of an atom. The total number of protons and neutrons in an atom is called the mass number. എന്തിനാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ടോട്ടൽ നമ്പറിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ എ. മാറിപ്പോകരുത്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറ്റോമിക് നമ്പറും പഠിക്കും. അപ്പോൾ മാസ് നമ്പർ എന്താണെന്ന് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കാം. എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ എ. ഇനി നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഈസ് ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് വെൻ ആറ്റംസ് റബ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓർ ദേ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് അതർ ആറ്റംസ്. അതായത് ആറ്റംസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോഴോ അതുപോലെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴോ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന പാർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് പാർട്ടിക്കിളാണ്? ഇലക്ട്രോൺ ആണ്.
So the answer is electron. Then next question. Atom is electrically neutral. Why? നമ്മളൊരു ആറ്റത്തിന് എടുത്ത് നോക്കിയാൽ ആറ്റത്തിന് എന്തെങ്കിലും ചാർജ് ഉണ്ടാവുമോ? പോസിറ്റീവ് ചാർജും ഉണ്ടാവില്ല, നെഗറ്റീവ് ചാർജും ഉണ്ടാവില്ല. അതുതന്നെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലായ അവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ് ആറ്റം അങ്ങനെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്? ബിക്കോസ് the number of protons and electrons are equal in atom. So an atom contains positively charged particles called proton and negatively charged particles called electron. The number of positive charge is equal to number of negative charge. That is, the number of protons and electrons are equal in atom. So an atom is electrically neutral. Then define atomic number. The total number of protons in an atom is called its atomic number. The letter Z is used to represent the atomic number. അപ്പോൾ നമ്മൾ നേരത്തെ മാസ് നമ്പർ പറഞ്ഞു. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എന്താണ്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ നമ്പറാണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ നമ്പറാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ Z ആണ്. The next question is, if we know the atomic number of an atom, then the number of which all particles can be found. അതായത് നമുക്കൊരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഏതൊക്കെ പാർട്ടിക്കിൾസിൻ്റെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു. സോ വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടി. And number of protons is equal to എന്താണ്? number of electrons ആണ്. So we can find the number of protons and electrons. Why? Give reasons means why. Why we can find the number of protons and electrons. എന്താണ്? both are equal. രണ്ടും തുല്യമായതുകൊണ്ടാണ് എന്ത് നമുക്ക് പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും നമ്പർ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. വാട്ട് ഈസ് ഇൻ കേസ് യു നോ ദ മാസ് നമ്പർ? നമുക്ക് മാസ് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയുന്നു? അപ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദെൻ വാട്ട് ഈസ് മാസ് നമ്പർ? മാസ് നമ്പർ മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ ഇഫ് വി നോ ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ വി ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ദാറ്റ് ഈസ് മാസ് നമ്പർ ഈസ് ഈക്വൽ ടു number of neutrons is equal to mass number minus atomic number. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് അറ്റോമിക് നമ്പർ, വാട്ട് ഈസ് മാസ് നമ്പർ, ആൻഡ് ഇഫ് യു നോ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ, how can we find the number of neutrons? Just subtract mass number and atomic number. Then how can we represent an atom if we include mass number and atomic number with a symbol? അതായത് നമുക്ക് സിമ്പിളിൻ്റെ കൂടെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും ചേർത്തിട്ട് ആറ്റത്തിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നു നോക്കിക്കേ. എൻ എന്ന് പറഞ്ഞാൽ സോഡിയം ആറ്റത്തിൻ്റെ സിമ്പിളാണ്. അപ്പോൾ നോക്കിക്കേ, സോഡിയം ആറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 നമ്പർ റെപ്രസെൻ്റ് ചെയ്ത് കണ്ടോ? അതായത് മാസ് നമ്പർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടോപ്പ്. അത് ടോപ്പിൽ നമ്മൾ മാസ് നമ്പർ എഴുതും, താഴെ ബോട്ടത്തിൽ എന്ത് എഴുതും? അറ്റോമിക് നമ്പറും എഴുതും. അതായത് വി റൈറ്റ് ദ മാസ് നമ്പർ ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിമ്പിൾ ആൻഡ് അറ്റോമിക് നമ്പർ ഓൺ ദ ബോട്ടം സൈഡ് ഓഫ് ദ സിമ്പിൾ. ഓക്കെ, then symbols of certain atoms are given in the table. Complete the table. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റിയാണ്. ആറ്റത്തിൻ്റെ കുറച്ച് സിമ്പിൾ തന്നിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് എന്താ? ഹൈഡ്രജൻ ആറ്റമാണ്. നോക്കിക്കേ, സിമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്ത്? ലെഫ്റ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? ആറ്റത്തിൻ്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും. അപ്പോൾ ഹൈഡ്രജൻ്റെ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1. മാസ് നമ്പർ എന്താ? മേലെ കാണുന്നത്, ടോപ്പിൽ മേലെ കാണുന്നതാണ് മാസ് നമ്പർ, അതും 1 തന്നെയാണ്. അപ്പം അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പ്രോട്ടോൺസിൻ്റെയും എണ്ണം അറിയാം, ഇലക്ട്രോൺസിൻ്റെയും എണ്ണം അറിയാം. രണ്ടും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് 1 - 1 =
0 എന്ന് കിട്ടും. നെക്സ്റ്റ് ആറ്റം ഈസ് ഹീലിയം. ഹീലിയത്തിൻ്റെ എന്താണ്? അറ്റോമിക് നമ്പർ ഈസ് 2 ആൻഡ് മാസ് നമ്പർ ഈസ് 4. So the number of protons and electrons will be 2. Then what is the number of neutrons? 4 minus 2 is equal to 2. Then next atom is lithium. Atomic number is 3 and mass number is 7. So protons and electrons are 3 numbers. Then neutrons will be 7 minus 3 equal to 4. The next atom is carbon. Atomic number of carbon is 6 and mass number എന്താണ്? 12 ആണ്. So the number of protons and neutrons are 6 and then the number of protons and electrons are 6 and the number of neutrons is 12 minus 6 equal to 6. Next atom is neon. നിയോണിൻ്റെ എന്താണ്? അറ്റോമിക് നമ്പർ എത്രയാണ് നോക്കിക്കുക. അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. മാസ് നമ്പറോ 20 ആണ്. സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. ന്യൂട്രോൺസോ 20 മൈനസ് 10 എന്ന് കിട്ടും. നമുക്ക് ലാസ്റ്റ് ആർഗണിൻ്റെയും കൂടി നോക്കാം. ആർഗണിൻ്റെ എന്താണ്? അറ്റോമിക് നമ്പർ 18 ആണ്. മാസ് നമ്പർ 40 ആണ്. സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 18 ആയിരിക്കും. നമ്പർ ഓഫ് ന്യൂട്രോൺസോ 40 മൈനസ് 18 ഈക്വൽ ടു 22. അതായത് നമുക്ക് ഏത് ആറ്റത്തിന് സിമ്പിൾ തന്നാലും നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ആ സിമ്പിളിൽ നിന്ന് അറ്റോമിക് നമ്പർ എഴുതാൻ പറ്റും, മാസ് നമ്പർ എഴുതാൻ പറ്റും, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എഴുതാൻ പറ്റും, ഇലക്ട്രോൺസ് എഴുതാൻ പറ്റും, അതുപോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസും എഴുതാൻ പറ്റും. ഈ ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.